സീറ്റ് വിഭജന ചർച്ച ആദ്യഘട്ടമാണ് നടന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടി ലീഡർഷിപ്പുമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ചർച്ച നടത്തി. എന്നാൽ അതിനുശേഷമുള്ള അടുത്ത ഘട്ടം, ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി വന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാം തിരുവനന്തപുരത്ത് നടന്നതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള തിരക്കിലായിരുന്നു എല്ലാവരും എന്നുള്ളതുകൊണ്ട് അതിനുശേഷം ചർച്ചയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ദിവസങ്ങളിൽ ബാക്കി ചർച്ച തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ UDF എല്ലാ കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 10 സീറ്റിലാണ്. ആ 10 സീറ്റും മത്സരിക്കാൻ അനുവദിക്കണം എന്ന ആവശ്യമാണ് UDF പാർട്ടി ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടി വിവിധങ്ങളായ നേതാക്കളെ കൂടി മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും ചില പ്രാതിനിധ്യമൊക്കെ ചിലർക്ക് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ കക്ഷികളോടും ഒരു സഹകരണം പൊതുവെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഉഭയകക്ഷി ചർച്ച വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പരിശോധിച്ച ശേഷം പാർട്ടിയുടേതായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കുന്നതായിരിക്കും. മാധ്യമങ്ങൾ പല കണക്കാണല്ലോ പറയുന്നത്. ചിലർ പറഞ്ഞു ഒരെണ്ണം വിടണമെന്ന് പറയുന്നു, ചിലർ 4 പറയുന്നു, 3 പറയുന്നു, 2 പറയുന്നു. അത് ഓരോ കക്ഷിയുടെ ഓരോ രീതിയിലാണ് അത് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഞങ്ങൾ ഏതായാലും ആ ചർച്ച ഞങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ അങ്ങനെ പ്രത്യേകിച്ച് എണ്ണം വെച്ചൊരു വിടിയലിനെ കുറിച്ച് ഒരു ഭാഗത്തും ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. എന്നാൽ ചില പരസ്പര ധാരണയോടെ ചില വിട്ടുവീഴ്ചകൾ മുന്നണിയുടെ വിജയത്തിനു വേണ്ടിയും UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയും എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്നതിനൊക്കെ വേണ്ടിയുള്ള ചില നീക്കുപോക്കുകൾ അത് മുന്നണിക്കകത്ത് ഉണ്ടാകണം എന്ന താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കേരള കോൺഗ്രസ് പാർട്ടിയും അതിൽ സാധ്യമായത് എന്താണ് എന്ന് പാർട്ടി പരിശോധിക്കും. അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണല്ലോ സീറ്റ് ചർച്ചകളൊക്കെ നടക്കാറുള്ളൂ. ഇത് മുൻകൂട്ടി സീറ്റ് ചർച്ചകൾ നമ്മൾ ആരംഭിച്ചു, UDF ആരംഭിച്ചു. പക്ഷേ ഇപ്പോൾ പുതുയുഗ യാത്രയായിരുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ചർച്ച ചെയ്യാനായിട്ടുള്ള എല്ലാ ദിവസവും രാത്രി 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് പുതുയുഗ യാത്രയുടെ പൊതുയോഗങ്ങൾ അവസാനിക്കുന്നത്. അപ്പോൾ പ്രായോഗികമായി അതിനിടയ്ക്ക് ചർച്ചയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് പുതുയുഗ യാത്രയ്ക്ക് ശേഷം കക്ഷികളുമായിട്ടുള്ള ചർച്ച നടത്താം എന്ന ധാരണയിലേക്ക് എത്തിച്ചേർന്നു. അതെല്ലാവരും തൃപ്തരുമാണ്. അത് വരും ദിവസങ്ങളിൽ ആ ചർച്ചകൾ നടക്കും. എല്ലാ കാര്യങ്ങളും ധാരണയുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടും. എല്ലാ കക്ഷികളും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പരസ്പരം സഹകരിച്ചും UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി സഹകരിക്കുക എന്ന നല്ല നിലപാട് പൊതുവെ ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും UDF ഐക്യം നിലനിർത്താൻ വേണ്ടിയുള്ള രമ്യമായ അന്തരീക്ഷത്തിൽ സാധ്യമായ പരിഹാര നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അവരുടെയും ഇല്ല അങ്ങനെയല്ല. മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചയും ഈ പുതുയുഗ യാത്രയ്ക്കിടയിൽ അതിനുശേഷം ചെയ്യാമെന്ന് പറഞ്ഞ് പെൻഡിങ്ങിലാണ്. കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയും ഇപ്പോൾ പെൻഡിങ്ങിലാണ്. അതൊക്കെ വരും ദിവസങ്ങൾ നടക്കും. അല്ല പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കക്ഷിയോട് ചർച്ച പൂർത്തീകരിച്ചതായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആ ചർച്ചകൾ പൂർത്തിയാവും. ഇല്ലെന്നേ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ടെന്നൊക്കെ വെറുതെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണല്ലോ. ഇപ്പം അതിപ്പോൾ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിലല്ലേ 140 സീറ്റിലും കൈപ്പത്തി മത്സരിക്കാൻ പറ്റുള്ളൂ. അതല്ലേ എൻ്റെ വസ്തു. അപ്പോൾ ഇതൊരു മുന്നണിയല്ലേ. കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും അതിൻ്റേതായ പ്രാതിനിധ്യം UDF ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കൈപ്പത്തിയുണ്ട്, അതിൻ്റെ കൂടെ ഓട്ടോറിക്ഷയുണ്ട്, അതുപോലെ തന്നെ കോണിയുണ്ട്, മറ്റ് ചിഹ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് UDF. അവർ ടീം UDF എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനിടയ്ക്ക് പരസ്പര ധാരണയോടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കും. അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത് ആ പറയാത്ത കാര്യങ്ങൾ പറയിപ്പിക്കാൻ നോക്കല്ലേ. എന്തിനു വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. UDF ഓരോ കക്ഷിക്കും കിട്ടുന്ന സീറ്റ് ഏതാണോ ആ സീറ്റിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. കോൺഗ്രസിന് കിട്ടുന്ന സീറ്റുകളിൽ കൈപ്പത്തിയിൽ അവർ മത്സരിക്കും. കേരള കോൺഗ്രസിന് കിട്ടുന്നതിൽ ഓട്ടോറിക്ഷയും മത്സരിക്കും. മുസ്ലിം ലീഗിന് കിട്ടുന്നതിൽ പാർട്ടിയുടെ അവരുടെ ചിഹ്നത്തിൽ കോണി ചിഹ്നത്തിൽ അവർ മത്സരിക്കും. പരസ്പര വിട്ടുവീഴ്ചയാണല്ലോ. എല്ലാവരും പരസ്പര വിട്ടുവീഴ്ചയോടെയും പരസ്പര ധാരണയോടെയും പോകുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിപ്പോൾ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ആ ഒരു ധാരണ ആവശ്യമാണല്ലോ. അല്ല, ഉഭയകക്ഷി ചർച്ചകളിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ഓക്കെ, താങ്ക് യു.